ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الحدي حدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകരക്ഷിതാവും സർവോപരി നമ്മളെല്ലാവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗണ്യമായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിയുന്ന പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അന്തിമ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നുബുവത്ത് ലഭിച്ചതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ധാരാളം മുഅ്ജിസത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായി കണക്കാക്കപ്പെടുന്നത് അല്ലാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനാണ്. എന്നാൽ
അതുകൂടാതെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളും മുഅ്ജിസത്തുകളും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലയളവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ട്. ചന്ദ്രൻ പിളർന്ന സംഭവം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദൃഷ്ടാന്തമായിട്ട് നൽകിയതാണ് എന്ന് നമുക്ക് അറിയാം. അതുപോലെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വം ലഭിച്ചു. ആ പ്രവാചകത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യമാക്കി. പരസ്യ പ്രബോധനത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങി. ഒരുപാട് പീഡനങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, യാതനകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിടേണ്ടി വന്നു. ഗത്യന്തരമില്ലാതെ അവിടെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബക്കാർ പാർക്കുന്ന കുടുംബാംഗങ്ങളുള്ള തായിഫിലേക്ക് അഭയമന്വേഷിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി. എന്നാൽ അവിടെ നിന്ന് പോലും ചെറിയ കുട്ടികളെ കൊണ്ട് പോലും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ കല്ലെറിയുവാനാണ് തൻ്റെ കുടുംബാംഗങ്ങളായ ആളുകൾ പോലും ശ്രമിച്ചതായിട്ട് നമുക്കിത് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. അങ്ങനെ യാതൊരു തരത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ക്ഷീണിതനായി ദുഃഖിതനായി ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ നുബുവത്തിൻ്റെ 10ാം വർഷത്തിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2 ആളുകൾ മരണപ്പെട്ട ഒരു വർഷം. തനിക്ക് ഏറ്റവും താങ്ങും തണലുമായി നിന്ന തൻ്റെ പ്രിയതമയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ ആ ഒരു വർഷം. അതുപോലെ തന്നെ കാഫിരീങ്ങളിൽ നിന്ന്, മുശ്രിക്കുകളിൽ നിന്ന്, അവിശ്വാസികളിൽ നിന്ന് തനിക്ക് സുരക്ഷിതത്വം നൽകിയ തൻ്റെ പിതൃവ്യനായ അബൂ ത്വാലിബും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുപിരിഞ്ഞു പോയൊരു വർഷമായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുഃഖത്തിൽ ആഴ്ത്തിയ ഒരു വർഷമായിരുന്നു നബുവത്തിൻ്റെ 10ാം വർഷം. ആ ഒരു വർഷത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സമാധാനമെന്നോളം, ഒരു ശമനമെന്നോളമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അള്ളാഹു പ്രകടമാക്കിയ ഒരു മഹത്തായ മുഅ്ജിസത്തായിരുന്നു ഇസ്രാ മിഅ്റാജ് യാത്ര എന്ന് പറയുന്നത്. തൻ്റെ ജീവിതത്തിൽ അത്യധികം വിഷമങ്ങൾ അനുഭവപ്പെടുന്നൊരു വർഷത്തിൽ ചില ദൈവിക ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്ത ഒരു യാത്രയായിരുന്നു ഇസ്രാ മിഅ്റാജ് യാത്ര. മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു രാത്രി കൊണ്ട് പോയി വരിക എന്നുള്ളത് നാട്ടിലെ ആളുകൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. സാധാരണ അവിടെ നിന്ന് യാത്രക്കാരെ ഷാമിലേക്കും ഫലസ്തീനിലേക്കും സിറിയയിലേക്കൊക്കെ പോയിരുന്നത് മാസങ്ങളുടെ വൈദൂരമായിരുന്നു. ഒരു മാസത്തോളം ചുരുങ്ങിയത് ഫലസ്തീനിലേക്ക് എടുക്കും. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തമെന്നോളം ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ നിന്ന്, മസ്ജിദുൽ ഹറമിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബുറാഖ് എന്ന വാഹനത്തിൽ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖാന്തരം രാപ്രയാണം നടത്തുകയാണ്. അക്കാര്യം വളരെ വ്യക്തമായിട്ട് തുടക്കത്തിൽ ഓതിവെച്ച ആ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിന. എന്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് ആകാശാരോഹണം നടത്തുവാൻ വേണ്ടി പ്രവാചകനെ കൊണ്ടുപോയത്? ലിനുരിയഹു മിൻ ആയാതിന,
എന്ന് വളരെ വ്യക്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഹറമിൽ നിന്ന് ബുറാഖ് എന്ന വാഹനത്തിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖാന്തരം മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തുകയാണ്. ആ മസ്ജിദുൽ അഖ്സയിലെത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്നൊരു പാറയുടെ മുകളിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ ആകാശത്തിലേക്ക് കയറിപ്പോവുകയാണ്. പ്രിയമുള്ളവരെ, ആ പാറ എന്ന് പറയുന്നത് ഇന്ന് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നൊരു പാറയാണ്, അല്ലേ? ഇന്ന് ബൈത്തുൽ മുഖദ്ദസ് സ്ഥിതി ചെയ്യുന്ന ആ പള്ളിയുടെ എതിർവശത്തുള്ള ഖുബ്ബത്തു സഹ്റാ എന്നറിയപ്പെടുന്ന ആ ഒരു മഞ്ഞ നിറത്തിലുള്ള കുബ്ബയുള്ള ആ കുബ്ബയുടെ അടിയിലാണ് ആ ഖുബ്ബത്തു സഹ്റാ, ആ പാറ നിലകൊള്ളുന്നത്. ആ പാറയുടെ മുകളിൽ നിന്നായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും ആകാശാരോഹണം നടത്തിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ആ ആകാശാരോഹണ വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞു പോയ ഒരുപാട് പ്രവാചകന്മാരെ കാണാനിടയായി. തനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി, യൂസുഫ് നബി, അതുപോലെ ഇദ്രീസ് നബി, ഹാറൂൻ നബിയെയും മൂസാ നബിയെയും ഓരോ ആകാശങ്ങളിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തതായിട്ട് കാണുവാൻ സാധിക്കും. അങ്ങനെ 6-ാം ആകാശവും കഴിഞ്ഞിട്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയ സ്ഥലത്തിൻ്റെ പേരാണ് സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്നത്, അല്ലേ? 7-ാം ആകാശത്തുള്ള ഒരു ഇലന്ത മരത്തിൻ്റെ പേരാണ് സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്നത്, അല്ലേ? ആ മുൻതഹ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഒരു സ്ഥലം എന്ന് പറയുന്നത് ആ സിദ്റത്തുൽ മുൻതഹയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലേ? ഭൂമിയിൽ നിന്ന് കയറിപ്പോകുമ്പോൾ അവസാനത്തിലെത്തുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ആ സിദ്റത്തുൽ മുൻതഹ, അല്ലേ? അറ്റത്തെ ഇലന്തമരം എന്നറിയപ്പെടുന്ന സിദ്റത്തുൽ മുൻതഹയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ശുദ്ധ ഖുർആനിൽ ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ. സൂറത്തുൽ നജ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ വെച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുവരെ ജിബ്രീലിനെ കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജിബ്രീലിന്റെ പൂർണ്ണ രൂപത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത് ആ സിദ്റത്തുൽ മുൻതഹയിൽ വെച്ചായിരുന്നു. ഏകദേശം 600ഓളം ചിറകുകളുള്ള ഒരു മലാഖയായിരുന്നു മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ എന്ന് പറയുന്നത്. ആ ജിബ്രീലിന്റെ പൂർണ്ണമായ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത് ആ ആകാശാരോഹണ വേളയിലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് അവിടെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ കൂട്ടിക്കൊണ്ടു പോകുന്നത് ബൈത്തുൽ മഅമൂറിലേക്കാണ്. എന്താണ് ബൈത്തുൽ മഅമൂർ? നമ്മൾ പലതവണ ബൈത്തുൽ മഅമൂർ എന്ന് കേട്ടിട്ടുണ്ടാകും, അല്ലേ? കഅബയ്ക്ക് സമാന്തരമായി ആകാശത്ത് മലക്കുകൾ തവാഫ് ചെയ്യുന്ന അവരുടെ കഅബയെപ്പോലെയുള്ള പുണ്യമന്ദിരമാണ് ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്നത്. അവിടേക്ക് പ്രവേശിക്കുന്ന ജിബ്രീലിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, സുമ്മ റുഫിയ ഇലൽ ബൈത്തുൽ മഅമൂർ, പിന്നെ എന്നെ ബൈത്തുൽ മഅമൂറിലേക്ക് ഉയർത്തുകയുണ്ടായി. എന്നിട്ട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഫഖുൽതു യാ ജിബ്രീൽ മാ ഹാദാ, എന്താണ് ഈ മന്ദിരം? എന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഹാദാ ബൈത്തുൽ മഅമൂർ, ഇതാണ് ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്നത്. യദ്ഖുലുഹു കുല്ല യൗമിൻ 70,000 മലക്. ആ മന്ദിരത്തിലേക്ക്, ആ ബൈത്തുൽ മഅമൂറിലേക്ക് 70 ലക്ഷം മലക്കുകൾ ദിനേന കടന്നു ചെല്ലുന്നുണ്ട്. ആ കടന്നു ചെല്ലുന്ന മലക്കുകൾ ഇദാ ഖറജു മിൻഹു ലം യഊദു ഫീഹി മാ അലൈഹി, അതിലേക്ക് കടന്നു ചെല്ലുന്ന മലക്കുകൾ ഒരിക്കലും അവിടെ നിന്ന് തിരിച്ചു പോരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മിഅ്റാജിന്റെ രാത്രിയിൽ, ആ മിഅ്റാജ് യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട കാഴ്ചകളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിവരിച്ചു തരുന്നത്. പ്രിയമുള്ളവരെ,
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്രമാത്രം മാലാഖമാരാണ് ഈ ലോകത്തുള്ളത് എന്ന്. അല്ലാഹുവിൻ്റെ സൃഷ്ടികൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. 70 ലക്ഷം മലക്കുകൾ ഒരു ദിവസം ആ ബൈത്തുൽ മഅ്മൂറിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ആ കയറി ചെന്ന ഒരു മലക്കുകളും തിരിച്ച് മടങ്ങുന്നില്ല, തിരിച്ചു പോരുന്നില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എത്രമാത്രം മലക്കുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷമാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ കാണുന്ന 5 നേരത്തെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫഉഅതിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം. ആ ആകാശാരോഹണ വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 3 കാര്യങ്ങൾ നൽകി. എത്ര കാര്യങ്ങൾ? 3 കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. ഉഅതിയ ലി അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകുകയാണ്. വഉഅതിയ ഖവാതീമ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാന ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകി. എന്ന് വെച്ചാൽ ആമനർ റസൂൽ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ. അതുപോലെ തന്നെ വഗുഫിറ ലിമൻ ലം യുശ്രിക് ബില്ലാഹി മിൻ ഉമ്മത്തിഹി ശൈഅ, എൻ്റെ ഉമ്മത്തിലെ അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ പുറത്തു നിന്നിരിക്കുന്നു എന്ന് ഉള്ള ഒരു 3 കാര്യങ്ങളാണ് ആ ആകാശാരോഹണം, ആ മിഅ്റാജ് യാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടായിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമായ വാജിബായിട്ടുള്ള ഒരു കാര്യമാണ് 5 നേരത്തെ നമസ്കാരം. അല്ലേ? വളരെ കൃത്യമായി, വളരെ ഭയത്തോടു കൂടി, വളരെ ഈമാനോടും ഖൗഫോടു കൂടി നമ്മൾ നിർവഹിച്ചു പോരുന്ന 5 നേരത്തെ നമസ്കാരം. ആ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു ഹദിയയാണ്, ഒരു സമ്മാനമാണ്. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത് 50 നേരത്തെ നമസ്കാരമാണ്. 50 നേരത്തെ നമസ്കാരം അല്ലാഹു എനിക്ക് നൽകി എന്ന് സന്തോഷിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് ആകാശത്തിലേക്ക് എത്തുമ്പോൾ അവിടെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണുകയാണ്. മൂസാ നബി ചോദിച്ചു, എന്താണ് അല്ലാഹു താങ്കൾക്ക് നൽകിയത്? പ്രവാചകൻ പറഞ്ഞു, 50 നേരത്തെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകി. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എൻ്റെ സമുദായത്തിന് താങ്ങൂല മുഹമ്മദേ. പ്രവാചകരെ, താങ്കളുടെ സമുദായം അലസന്മാരായിരിക്കും. 50 നേരത്തെ നമസ്കാരം അവരെ കൊണ്ട് നിർവഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി അതൊന്ന് ലഘൂകരിച്ചു തരുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുക പ്രവാചകൻ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ അടുത്തേക്ക് തിരിച്ച് മടങ്ങിപ്പോവുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം 10 നമസ്കാരം അല്ലാഹു ചുരുക്കുകയാണ്. 10 വക്ത് നമസ്കാരം ചുരുക്കുകയാണ്, 40 ആക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ മൂസാ നബി ഇതേ കൗല് തന്നെ ആവർത്തിക്കുകയാണ്. മുഹമ്മദേ, താങ്കളുടെ സമുദായത്തിന് നമുക്ക് താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല, ഇത് പ്രവർത്തിക്കാനുള്ള ഒരു പ്രാപ്തി അവർക്കുണ്ടാകില്ല എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അവസാനം 5 നേരത്തെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. അതും താങ്ങൂല, അതും നിന്റെ സമുദായത്തിന് നിർവഹിക്കാൻ സാധിക്കില്ല എന്ന് മൂസാ നബിയോട് മൂസാ നബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. എന്നാൽ തിരിച്ച് അല്ലാഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മടിയായിരുന്നു. അതുകൊണ്ട് ആ കിട്ടിയ നമസ്കാരം, ആ 5 വക്ത് നമസ്കാരം ഹദിയയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആ മിഅ്റാജ് യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും വിഷമതകൾ അനുഭവിച്ച ആ ഘട്ടത്തിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സമ്മാനമായിട്ട്, ഒരു സമാധാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയൊരു സമ്മാനമാണ് 5 നേരത്തെ നമസ്കാരമെന്ന് നമ്മൾ മനസ്സിലാക്കും. തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവും നരകവും കാണിക്കപ്പെട്ടു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ പറഞ്ഞുണ്ട്, സുമ്മ ഉദ്ഖിൽതുൽ ജന്ന, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു.
പ്രവാചകൻ പറയുന്നുണ്ട് ഫഇദാ ഫീഹാ ഹബാഇലുൽ ലുഅ്ലു, അതിലെ മാലകൾ എന്ന് പറയും, മുത്തുമാലകൾ തൂക്കിയിട്ടപ്പെട്ടിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വഇദാ തുറാബുഹാ മിസ്, ആ സ്വർഗത്തിലെ മണലുകൾ എന്ന് പറയുന്നത്, മണ്ണുകൾ എന്ന് പറയുന്നത് അത് കസ്തൂരിയുടെ വാസനയുള്ള മണലുകളാണ് എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാചകൻ പറയുന്നുണ്ട്, എന്നെ നരകം കാണിക്കപ്പെട്ടു, അല്ലേ, എനിക്ക് നരകം കാണിക്കപ്പെട്ടു എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. ഇവിടെ പ്രവാചകൻ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും, കുറച്ചാളുകൾ അദ്ഫാറും മിൻ നുഹാസിൻ أظفار ثم عرج بي مررت بقوم لهم أظفار من نحاس يخمشون وجوههم وصدورهم. കുറച്ച് ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. അവരവരുടെ നഖങ്ങൾ കൊണ്ട് അവരുടെ മുഖങ്ങളും അവരുടെ ഹൃദയം അവരുടെ നെഞ്ഞും കൊത്തിപ്പറിക്കുകയാണ്. ആളുകളെ കണ്ടപ്പോൾ പ്രവാചകൻ ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ജിബ്രീലേ, ആരാണ് ഈ ആളുകൾ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഹൗലാഇൽ ലദീന യഅകുലൂന ലുഹൂമൻ നാസ് വയഖഊന ഫീ അഅറാദിഹിം. ഈ ആളുകളുണ്ടല്ലോ, അവരെ ആളുകളുടെ പച്ച മാംസത്തിൽ നിന്ന് ആളുകളാണ്, ഗീബത്ത് പറയുന്ന, നമീമത്ത് പറയുന്ന ആളുകളാണ് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുകയാണ്. വയഖഊന ഫീ അഅറാദിഹിം, അവരുടെ അഭിമാനത്തെ ശതം വരുത്തുന്നല്ലേ, അഭിമാനത്തിന് ശതം വരുത്തുന്ന ആളുകളാണ് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് അധികം ദൃഷ്ടാന്തങ്ങളും ഒരുപാട് അധികം കാഴ്ചകളും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മിഅ്റാജ് യാത്രയിൽ, ആ ആകാശാരോഹണ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ തൻ്റെ അനുചരന്മാർക്ക്, തൻ്റെ സ്വഹാബക്കൾക്ക് വിവരിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്തരത്തിൽ ഒരുപാട് മോചിതകളും കറാമത്തുകളും നിറഞ്ഞ ഒരു യാത്രയായിരുന്നു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഃഖത്തിലാഴ്ന്ന ആമുൽ ഹുസ്നിന്റെ വർഷം നടന്ന ആ മിഅ്റാജ് യാത്ര എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂമിയിലേക്ക് തിരിച്ചെത്തുകയും ആ മസ്ജിദുൽ അഖ്സയിൽ, ആ ബൈത്തുൽ മുഖദ്ദസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായി നിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയാണ്. ആ നമസ്കാരം കഴിഞ്ഞയുടൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് ആ ബുറാഖ് എന്ന വാഹനത്തിൽ കയറി മക്കയിലേക്ക് മടങ്ങുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ആമുൽ ഹുസ്നിന്റെ വർഷമാണല്ലേ, പ്രവാചകന്റെ ദുഃഖത്തിന്റെ വർഷം എന്ന് പറയുന്ന നുബുവത്തിന്റെ 10ാം വർഷമാണ് ഈ മിഅ്റാജ് യാത്ര എന്ന് പറയുന്നത്. എന്നാൽ അത് ഏത് മാസത്തിലാണ് നടന്നത് എന്നതിന് ഒരു തെളിവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കൃത്യമായിട്ട് ഒരു ഹദീസും ഇതുവരെയായിട്ടും വന്നിട്ടില്ല എന്ന് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു മാസത്തിൽ, അല്ലെ, റജബ് മാസം എന്ന് പറയുന്നത് നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ്. വറജബല്ലദീ ബൈനൽ ജമാദി വ ശഅബാൻ, ശഅബാനിന്റെയും ജമാദിന്റെയും ഇടയിലുള്ള ഒരു പവിത്രമാക്കപ്പെട്ട, യുദ്ധം നിരോധിക്കപ്പെട്ട ഒരു മാസം മാത്രമാണ് റജബ് മാസം എന്ന് പറയുന്നത്. ആ പവിത്രതയല്ലാതെ, ആ ഒരു ശ്രേഷ്ഠതയല്ലാതെ ആ റജബ് മാസത്തിൽ യാതൊരു ശ്രേഷ്ഠതയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടില്ല. എന്നാൽ റജബ് 27-ന് ഒരു പ്രത്യേക നോമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പഠിപ്പിച്ചു തരാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് യാത്ര പോയി. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മിഅ്റാജ് യാത്ര പോയി തിരിച്ചു വന്ന് തുടർന്നുള്ള വർഷങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ലേ, ആ യാത്ര പോയി വന്നതിന് ശേഷം ആ മിഅ്റാജ് യാത്ര ഒരു ശ്രേഷ്ഠതയുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് ആ ദിവസത്തിൽ നോമ്പെടുത്താൽ ഒരു പ്രതിഫലമുണ്ട് എന്ന് എന്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയില്ല? ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റജബ് 27-ന് ഒരു തരത്തിലുള്ള ശ്രേഷ്ഠതയും പ്രതിഫലവും കൽപ്പിച്ചിട്ടില്ല എന്ന്
വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇന്ന് നമ്മുടെ സമുദായത്തിൽ കണ്ടുവരുന്ന ആ ഒരു ദിവസം പ്രത്യേകപരമായിട്ടുള്ളൊരു നോമ്പെടുക്കുകയും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അയ്യാമിൽ ബീദിന്റെ ദിവസവുമെല്ലാം പ്രത്യേകമായ സുന്നത്ത് നോമ്പുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം അവിടെ വെച്ച് റജബ് 27 അതിനൊരു പ്രത്യേക പുണ്യമുണ്ട്. അന്ന് നോമ്പെടുത്ത്, അന്ന് ബിരിയാണി കഴിച്ച്, അന്ന് ചെമ്പുകൾ പൊട്ടിച്ച്, അന്ന് ആഘോഷങ്ങൾ നടത്തി ആ ദിവസം ഒരു പ്രത്യേക പുണ്യമുണ്ട് എന്ന് മനസ്സിൽ ധരിച്ചു വച്ചിരിക്കുന്ന ഒരുപാടധികം അറിവില്ലാത്ത ആളുകൾ ഇന്നും നമ്മുടെ സമുദായത്തിലുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു ബിദ്അത്തിന്റെ ഗൗരവം അതിന് കൃത്യമായിട്ട് നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാനും കരുത്തും നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കൃത്യമായിട്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിയുന്ന പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് നയിക്കണമേ. സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ആപത്തുകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മാരകമായ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളും യുവാക്കളും അടങ്ങുന്ന ഒരു സമുദായം ദീനിന്റെ പാതയിൽ നിന്ന് തെറ്റിപ്പോവുകയും ചില ചെറിയ കാലഘട്ടത്തിലേക്കുള്ള സുഖത്തിന് വേണ്ടി ലഹരി പോലുള്ള മാരകമായ ദ്രാവകങ്ങൾക്ക്, അതുപോലെ തന്നെ മരുന്നുകൾക്കും പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്ന, അതിനഡിക്റ്റായി പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ, സമൂഹത്തിലൂടെ, ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊന്നും നമ്മുടെ മനസ്സിന് അംഗീകരിക്കാൻ പോലും പറ്റാത്ത ഒരു വാർത്തകളായിരുന്നു കുറച്ചധികം ദിവസങ്ങളായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സുബൈദ എന്ന് പറയുന്ന ഒരു ഉമ്മ, 53ഓളം വയസ്സ് പ്രായമുള്ളൊരു ഉമ്മ, ആ ഉമ്മയുടെ മകൻ ലഹരിയുടെ ആ ഒരു അവസ്ഥയിൽ സ്വന്തം പെറ്റ ഉമ്മയെ അടുത്തറുത്ത് കൊല്ലുന്ന ഒരു ഭീകരമായ ഒരു സമൂഹത്തിലൂടെ, ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കൃത്യമായിട്ട് ലഹരി പോലെയുള്ള ഖംറിനെയും അതുപോലെയുള്ള പദാർത്ഥങ്ങളെയും കൃത്യമായിട്ട് വിലക്കിയിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് അറിയുന്നവരും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയവരും ഒറ്റത്തവണത്തെ സുഖത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിതം നരകിച്ച് തീർക്കുന്ന, ജീവിതത്തിൻ്റെ സുഖങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ വിചാരിക്കുന്നുണ്ടാകും നമ്മുടെ മക്കളെല്ലാം സുരക്ഷിതരാണ്, എൻ്റെ മകൻ എൻ്റെ മകൾ അത് ഉപയോഗിക്കില്ല,
ആ പദാർത്ഥങ്ങളൊന്നും എൻ്റെ മകൻ ഉപയോഗിക്കില്ല. അതിന് കൃത്യമായിട്ടുള്ളൊരു കണ്ണ് എപ്പോഴും നമ്മുടെ മക്കളുടെ മേൽ നമ്മൾക്ക് വേണം. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ദൗത്യം, ഒരു ഉത്ബോധനം ഇത്തരത്തിൽ വീടുകളിൽ നിന്ന് തന്നെ നമ്മുടെ മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ, ഉപ്പ ഉമ്മ എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഒരു തർബിയത്തെ അവർക്ക് നൽകണം. ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും മാരകമായ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിതം തുലക്കുന്ന, ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന, നശിപ്പിക്കുന്ന ഒരുപാട് യുവത്വങ്ങൾ കടന്നുകൂടുന്ന, അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മക്കളെയും ഇത്തരത്തിലുള്ള ഹറാമുകളിൽ നിന്ന്, ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങളിൽ നിന്ന്, ഇത്തരത്തിലുള്ള കാലഘട്ടത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മക്കളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അവൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ കൊണ്ട് വിട്ടുപുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.